എല്ലാവർക്കും നമസ്കാരം. ദൈവാങ്കണം മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നത് അയോധ്യ ശ്രീരാമക്ഷേത്രത്തെക്കുറിച്ചുള്ള വിവരണമാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ലക്ഷ്മി സജു. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, മറന്നു പോകരുത്. നിങ്ങൾ ഓരോരുത്തർ ഞങ്ങളുടെ പ്രോഗ്രാമിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഞങ്ങളുടെ പ്രോഗ്രാം നിങ്ങൾ കാണുകയും അതിന് വേണ്ടുന്ന കമൻറ്റ്സ്, അതിന് വേണ്ടുന്ന അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ രേഖപ്പെടുത്തുകയും വേണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അയോധ്യ ശ്രീരാമക്ഷേത്രം 70 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ക്ഷേത്രം വിവിധ നിർമ്മാണ വൈഭവങ്ങളുടെ സങ്കലനമാണ്. ഉത്തര ദക്ഷിണ ക്ഷേത്ര വാസ്തുശില്പശൈലികൾ ഉത്തരേന്ത്യൻ നഗർശൈലിയും ദക്ഷിണേന്ത്യയിലെ ദ്രാവിഡ ശൈലിയും സംഗമിക്കുന്നു. കേരളത്തിലെ തേക്കും തെലങ്കാനയിലെ മാർബിളും രാജസ്ഥാനിലെ പിങ്ക് സ്റ്റോണും അകമ്പടിയായുണ്ട്. 4000-ഓളം പേരുടെ ദിവസമുള്ള രാപ്പകലില്ലാത്ത അധ്വാനമാണിത്. ആകെ 70 ഏക്കറിൽ 24 ഏക്കറിൽ മാത്രമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ. ബാക്കി പ്രദേശം ഹരിത മേഖലയാണ്. വടക്കു ഭാഗത്ത് ക്ഷേത്രം 2 നില കെട്ടിടത്തിൻ്റെ ഉയരത്തിൽ ചുറ്റുമതിൽ 7 ഉപക്ഷേത്രങ്ങൾ 2 ലക്ഷം തീർത്ഥാടകരെ പ്രതിദിനം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന ക്ഷേത്രം അങ്ങനെ ലോകത്തിന് തന്നെ അത്ഭുതമാകുന്ന നിർമ്മാണ വൈഭവം ആവുകയാണ്. അയോധ്യയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയേണ്ടത് മഹാക്ഷേത്രത്തെക്കുറിച്ച് തന്നെയാണ്. ലോകത്തിലെ 3ാമത്തെ വലിയ ക്ഷേത്രം അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം. നിർമ്മാണത്തിന് ഒരു തരി ഇരുമ്പ് പോലും ഉപയോഗിച്ചിട്ടില്ല. ഏറ്റവും ചുരുങ്ങിയത് 1000 വർഷത്തെ ആയുസ്സെങ്കിലും കണക്കാക്കുന്ന മഹാക്ഷേത്രത്തെ നമുക്ക് പരിചയപ്പെടാം. അയോധ്യ ശ്രീരാമ ജന്മഭൂമിയിലെ ക്ഷേത്രം ഭക്തരുടെ നൂറ്റാണ്ടുകളായുള്ള സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം കൂടിയാണ്. ക്ഷേത്രം ഇന്ത്യയുടെ പരമ്പരാഗത വാസ്തുശില്പ വൈഭവത്തിൻ്റെ വിസ്മയിപ്പിക്കുന്ന അടയാളം കൂടിയാണ്. ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിനാണ് നിർമ്മാണ ചുമതല. സർക്കാർ സഹായം സ്വീകരിച്ചിട്ടില്ല. ഭക്തരിൽ നിന്നുള്ള സഹായം വഴി ധനസമാഹരണ നിർമ്മാണം. നഗരശൈലിയിൽ 3 നിലകൾ. ചെലവ് കണക്കാക്കിയിട്ടുള്ളത് 1800 കോടി രൂപ. കിഴക്ക് പടിഞ്ഞാറായി 250 അടി വീതിയും 161 അടി ഉയരവും 3 നിലകൾ. ഓരോ നിലയും 20 അടി ഉയരത്തിൽ 392 തൂണുകൾ, 44 വാതിലുകൾ. ആദ്യ നിലയിലെ ഗർഭഗൃഹത്തിൽ മുഖ്യ പ്രതിഷ്ഠ, ബാലരൂപത്തിലുള്ള ശ്രീരാമൻ. അടുത്ത നിലയിൽ രാമദർബാർ, നിത്യമണ്ഡപം, രംഗമണ്ഡപം, സഭാമണ്ഡപം, പ്രാർത്ഥനാ മണ്ഡപം, കീർത്തന മണ്ഡപം എന്നിങ്ങനെ 5 മണ്ഡപങ്ങൾ. തൂണുകളിലും ചുമരിലും ദേവതാ രൂപങ്ങളുണ്ട്. ഭിന്നശേഷിക്കാർക്ക് ശരിക്കും ലിഫ്റ്റ് അടക്കം പ്രത്യേക സൗകര്യങ്ങൾ. 732 മീറ്റർ നീളത്തിലും 14 അടി വീതിയിലും ചുറ്റുമതിൽ. ക്ഷേത്രത്തിൻ്റെ 4 മൂലകളിലായി സൂര്യൻ, ഭഗവതി, ഗണപതി, ശിവൻ എന്നിവരുടെ ഉപക്ഷേത്രം. വടക്ക് അന്നപൂർണയുടെയും തെക്ക് ഹനുമാന്റെയും പ്രതിഷ്ഠ. ക്ഷേത്രത്തിന് സമീപം സീതാ ക്യൂബ് എന്നറിയപ്പെടുന്ന പ്രാചീന കാലത്തെ കിണർ. വാൽമീകി, വസിഷ്ഠൻ, വിശ്വാമിത്രൻ, അഗസ്ത്യൻ, നിഷാദ് രാജാവ്, ശബരി, അഹല്യ എന്നിവർക്കായി സമർപ്പിച്ച ഒരുപാട് മന്ദിരങ്ങൾ. തെക്കു പടിഞ്ഞാറ് പ്രത്യേക ഒരു ശിവക്ഷേത്രം, ജഡായു പ്രതിമയും. ശരിക്കും തുരുമ്പ് പിടിക്കാതിരിക്കാൻ നിർമ്മാണത്തിൽ ഇരുമ്പ് ഉപയോഗിച്ചിട്ടേയില്ല. അതുതന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ജലമാലിന്യ ശുചീകരണ പ്ലാന്റുകൾ, തീർത്ഥാടകർക്ക് ലോക്കർ സൗകര്യം ഉൾപ്പെടെയുണ്ട്. ചികിത്സാ സൗകര്യങ്ങളടക്കമുള്ള ക്ഷേത്രം ഫെസിലിറ്റി സെൻറ്റർ. ഭൂകമ്പം ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ അതിജീവിക്കാൻ ശേഷിയുള്ള നിർമ്മിതി. ഇതിനായി 500 വർഷത്തെ വിവരശേഖരണം നടത്തി പ്രതികൂല സാഹചര്യങ്ങൾ കൃത്രിമമായി സൃഷ്ടിച്ച് പരീക്ഷിച്ച് ഉറപ്പുവരുത്തി. 2.8 ഏക്കറിലാണ് മുഖ്യക്ഷേത്രം. വെങ്കലത്തിലുള്ള ചുമർ ശില്പങ്ങളോട് കൂടിയ പ്രദക്ഷിണവേദി ഉൾപ്പെടെ ക്ഷേത്രമന്ദിരം 8 ഏക്കറുണ്ട്. മ്യൂസിയവും ക്ഷേത്ര ഭരണസമിതി ഓഫീസും അടക്കം മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾ. ക്ഷേത്രം കണ്ടല്ലോ, ഇനി നമുക്കറിയേണ്ടത് മൂർത്തിയാണ്. 5 വയസ്സുള്ള ബാലനായ രാമൻ അഥവാ രാംലല്ല. പ്രധാന പ്രതിഷ്ഠ നിഷ്കളങ്കതയും കുട്ടിത്വവും വിട്ടുമാറാത്തതും എന്നാൽ കാര്യങ്ങൾ ദഹിച്ചു തുടങ്ങിയതുമായ മൂർത്തി സങ്കല്പമാണ് അജൽ മൂർത്തി അഥവാ രാംലല്ല. താൽക്കാലിക ക്ഷേത്രത്തിൽ ആരാധിക്കുന്ന വിഗ്രഹവും പുതിയ വിഗ്രഹവും പുതിയ ക്ഷേത്രത്തിലുണ്ടാകും. രാംലല്ല എന്ന് വിളിക്കുന്നതിന് കാരണം ജന്മസ്ഥലത്ത് പ്രതിഷ്ഠിച്ചത് കൊണ്ടാണ്. ബാലരൂപത്തിലുള്ള രാമൻ സീതാദേവിയുടെ പ്രതിഷ്ഠ ഇല്ലാത്തതും ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. പുതിയ വിഗ്രഹം പ്രതിഷ്ഠിച്ചതിനും കൃത്യമായൊരു കാരണമുണ്ട്. ജന്മഭൂമിയിൽ വെച്ചാണ് ആരാധിക്കുന്നത്. ജനിച്ച സ്ഥലത്താകുമ്പോൾ ബാലരൂപത്തിൽ, അതുകൊണ്ടാണ് രാംലല്ല അഥവാ കുഞ്ഞുരാമൻ. ഉപനയനത്തിന് മുമ്പെയുള്ള പ്രായം 5 വയസ്സ്.
നിഷ്കളങ്കതയും കുട്ടിത്വവും വിട്ടുമാറാത്ത, എന്നാൽ കാര്യങ്ങൾ ഗ്രഹിച്ചു തുടങ്ങിയ പ്രായത്തിലെ മൂർത്തി സങ്കല്പം. ദേവൻ ബാലരൂപനായതിനാൽ ഭാര്യ സീതയുടെ വിഗ്രഹം ഗർഭഗൃഹത്തിലില്ല. സീതയുടെ വിഗ്രഹം ശരിക്കും മുകളിൽ റാം ദർബാറിലാണ് ഒരുക്കുന്നത്. വൈഷ്ണവ വിശ്വാസ പ്രകാരം ഏറെ വിശിഷ്ടമായ സാളഗ്രാമം അഥവാ കൃഷ്ണശിലയിലാണ് വിഗ്രഹം തയ്യാറാക്കിയിട്ടുള്ളത്. ശരിക്കും വിശദമായ ഒരു ശാസ്ത്രീയ പഠനത്തിന് ശേഷമാണ് ശില തിരഞ്ഞെടുത്തിരിക്കുന്നത്. താമരയിൽ നിൽക്കുന്ന രൂപം, കൈകളിൽ സ്വർണ്ണ വില്ലും അമ്പും, ഒറ്റ ശിലയിൽ കൊത്തിയത്. 51 ഇഞ്ച് ഉയരമുണ്ട്. വിഗ്രഹത്തിന് ചുറ്റും പ്രഭാവലയത്തിൽ ദശാവതാരം, ഒപ്പം ഓം, സ്വസ്തിക, ശംഖ്, ചക്രം, താമര, ഇതളൊത്ത കണ്ണുകൾ, നീണ്ട കൈകൾ, സമചരണം അഥവാ നിലത്ത് തെറ്റാതെ വെച്ച കാലുകൾ. 30 അടി ദൂരെ ആയിരിക്കും ഭക്തർക്ക് ദർശനം. ദേവൻ്റെ ദൃഷ്ടി ഭക്തൻ്റെ ശിരസിൽ അനുഗ്രഹമായി എത്തും വിധം പ്രത്യേക മാർബിൾ പീഠത്തിലാണ് വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത്. നമ്മൾ ശരിക്കും ഇതിനെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ നിങ്ങളോട് പറയുമ്പോഴും നമ്മൾ തന്നെ ശ്രീരാമനെ അടുത്ത് കാണും വിധം നമുക്ക് തോന്നാറുണ്ട്. ശ്രീരാമൻ ജനിച്ച രാമനവമി ദിനം സൂര്യരശ്മികൾ വിഗ്രഹത്തിൻ്റെ നെറ്റിത്തടത്തിൽ വീഴും വിധം ഒരുക്കിയ ഗർഭഗൃഹം. താൽക്കാലിക ക്ഷേത്രത്തിൽ 1949 മുതൽ ആരാധിച്ചു വരുന്ന രാമൻ്റെയും സഹോദരങ്ങളുടെയും ഹനുമാന്റെയും വിഗ്രഹം പുതിയ വിഗ്രഹത്തിൻ്റെ തൊട്ട് താഴെ വെച്ച് ആരാധിക്കും. ഭക്തർക്ക് ദർശന സൗകര്യത്തിനായിട്ടാണ് വലിയ വിഗ്രഹം നിർമ്മിക്കാൻ ശരിക്കും ട്രസ്റ്റ് തീരുമാനിച്ചത്. 10 ടൺ ഭാരമുള്ള കൃഷ്ണശിലയിൽ കൊത്തിയെടുത്തതാണ് രാംലല്ലയുടെ വിഗ്രഹം. 8 ശില്പികളുടെ സഹായത്തോടെയാണ് വിഗ്രഹം. സാത്വിക ഭക്ഷണം കഴിച്ചു മനസ്സും ശരീരവും പൂർണ്ണമായും സമർപ്പിച്ചാണ് ശരിക്കും ഈ ശില്പത്തിൻ്റെ പൂർണ്ണത കൈവരിച്ചത്.